Hello all, today I am here to take the topic about capital and revenue from the subject income tax. First is capital and revenue. It is highly necessary to distinguish between the capital and revenue item for charging income tax while calculating net taxable income of an assessee. Only revenue expenses are allowed to be deducted out of revenue receipt. Capital receipts are also taxed under the special head capital gain at a special rate. Next is the process of dividing the item into revenue and capital. Item of revenue receipt and capital receipt. Second is capital loss and revenue loss. Third point is capital expenditure and revenue expenditure. We move on to first point, revenue receipt and capital receipt. Revenue receipt and capital receipt. First one is capital receipt. An income earned not from a normal operation of a business. ഒരു ബിസിനസ് ഓർഗനൈസേഷൻ്റെ നോർമൽ ഓപ്പറേഷനിൽ നിന്നല്ലാതെ എന്തെങ്കിലും ഇൻകം ജനറേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഇൻകത്തിനെയാണ് ആ റെസിപ്റ്റിനെയാണ് ക്യാപിറ്റൽ റെസിപ്റ്റ് എന്ന് പറയുന്നത്. For example, sale of fixed asset or issue of shares. Second one is revenue receipt. Income earned from the operation of a business. ഒരു ബിസിനസ് ഓർഗനൈസേഷൻ്റെ നോർമൽ ഓപ്പറേഷനിൽ നിന്നും റിസീവ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഏണിങ്സ് ഉണ്ടെങ്കിൽ അതിനെയാണെങ്കിൽ റവന്യൂ റെസിപ്റ്റ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ സെയിൽ ഓഫ് ഗുഡ്സ്, ഇൻട്രസ്റ്റ് ഓർ കമ്മീഷൻ ഏൺ. Capital receipt versus revenue receipt. First point is, if a receipt is related to fixed asset, it is capital receipt. എന്തെങ്കിലും ഒരു ഫിക്സ്ഡ് അസറ്റുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള റെസിപ്റ്റ് ആണെങ്കിൽ അത് ക്യാപിറ്റൽ റെസിപ്റ്റ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ സെയിൽ ഓഫ് പ്ലാന്റ്. വെറാസ് ഇഫ് ഇറ്റ് ഈസ് റിലേറ്റഡ് ടു കറണ്ട് അസറ്റ്, ഇറ്റ് ഈസ് എ റവന്യൂ റെസിപ്റ്റ്. എന്തെങ്കിലും ഒരു കറണ്ട് അസറ്റുമായിട്ടുള്ള റിലേറ്റ് ചെയ്തിട്ടുള്ള റെസിപ്റ്റ് ആണെങ്കിൽ അതിനെ റവന്യൂ റെസിപ്റ്റ് എന്ന് പറയുന്നു. ഫോർ എക്സാമ്പിൾ സെയിൽ ഓഫ് ഗുഡ്സ്. Second point is, any sum received in a compensation for termination of a source of income is a capital receipt. For example, compensation received by an employee on termination of his service. ഒരു എംപ്ലോയി അയാളുടെ സർവീസിൽ നിന്നും ടെർമിനേറ്റ് ചെയ്തു. വെറുതെ ടെർമിനേറ്റ് ചെയ്യല്ല, ആ ടെർമിനേറ്റ് ചെയ്യുന്ന ടൈമിന് അയാൾക്കൊരു കോമ്പൻസേഷൻ കൊടുക്കുന്നുണ്ട്. ആ കോമ്പൻസേഷനെ ക്യാപിറ്റൽ റെസിപ്റ്റ് എന്നാണ് പറയുന്നത്. Third point is, any sum received in a substitution of an income is a revenue receipt. ഇൻകത്തിന് എന്തെങ്കിലും ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. ഫോർ എക്സാമ്പിൾ, റിവാർഡ് റിസീവ്ഡ് ബൈ ആൻ എംപ്ലോയി. ഒരു എംപ്ലോയി എന്തെങ്കിലും ഒരു റിവാർഡ് റിസീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഇൻകത്തിനെ റവന്യൂ റെസിപ്റ്റ് എന്നാണ് പറയുന്നത്. ഫോർത്ത് പോയിന്റ്, കോമ്പൻസേഷൻ റിസീവ്ഡ് ഇൻ സറണ്ടർ ഓഫ് എ റൈറ്റ് ഈസ് ക്യാപിറ്റൽ റെസിപ്റ്റ്. എന്തെങ്കിലും ഒരു അവകാശം നമ്മൾ സറണ്ടർ ചെയ്യാം, വെറുതെ സറണ്ടർ ചെയ്യല്ല, ആ സറണ്ടർ ചെയ്യുന്ന ടൈമിന് നമുക്കൊരു കോമ്പൻസേഷൻ റിസീവ് ചെയ്യും, അതിനെ ക്യാപിറ്റൽ റെസിപ്റ്റ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, സറണ്ടർ ഓഫ് കോപ്പിറൈറ്റ് ബൈ ആൻ ഓതർ. നെക്സ്റ്റ് വി മൂവ് ഓൺ ടു വാട്ട് ഈസ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആൻഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ. ഫസ്റ്റ് വൺ ഈസ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, ആൻ എക്സ്പെൻഡിച്ചർ വിച്ച് റിസൾട്ട് ഇൻ ആൻ അക്വിസിഷൻ ഓഫ് ആൻ അസറ്റ്. ഒരു അസറ്റ് അക്വയർ ചെയ്യാൻ വേണ്ടി വന്ന ഒരു ബിസിനസ് ഓർഗനൈസേഷന് ഫോർ എക്സാമ്പിൾ ഒരു ബിസിനസ് ഓർഗനൈസേഷന് എന്തെങ്കിലും ഒരു ഫിക്സ്ഡ് അസറ്റ് അക്വയർ ചെയ്യാൻ വേണ്ടി വന്ന എക്സ്പെൻസിനെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നു. ഓർ വിച്ച് ഇൻക്രീസ് ദ ഏർണിംഗ് കപ്പാസിറ്റി ഓഫ് എ ബിസിനസ്. ഒരു ബിസിനസ് ഓർഗനൈസേഷൻ്റെ ഏർണിംഗ് കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്യാൻ തരത്തിൽ എന്തെങ്കിലും ഒരു എക്സ്പെൻഡിച്ചർ. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പം ഒരു ദിവസം 1000 പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നൊരു മെഷീനുണ്ട്. അതിൻ്റെ സ്ഥാനത്ത് നമ്മളിപ്പം പെർ ഡേ ഒരു 5000 പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന വേറൊരു മെഷീൻ നമ്മൾ വാങ്ങി. അപ്പോൾ എന്ത് ചെയ്തു? ഏർണിംഗ് കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്തു. അപ്പോൾ ആ ഏർണിംഗ് കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്യാൻ കാരണം പുതിയ മെഷീൻ അവിടെ കൊണ്ടുവന്നു. ആ മെഷീൻ വാങ്ങാൻ നമുക്ക് ചിലവായ ക്യാഷിന് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, അല്ലെങ്കിൽ നമുക്ക് വന്ന എക്സ്പെൻഡിച്ചറിനെ നമ്മൾ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയും. നെക്സ്റ്റ് വൺ ഇസ്, ഓർ വിച്ച്
ഡിക്രീസ് ദ എക്സ്പെൻഡിച്ചർ. ഡിക്രീസ് ചെയ്യുക, എക്സ്പെൻഡിച്ചർ ഡിക്രീസ് ചെയ്യുക. അതായത് നമ്മളിപ്പം ഒരു റെൻറ്റ് കൊടുത്ത് അല്ലെങ്കിൽ ഒരു വാടകയ്ക്കുള്ള ഒരു ബിൽഡിങ്ങിനാണ് നമ്മളെ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ നമ്മളെ ബിസിനസ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ ആ ബിൽഡിങ് സ്വന്തമായിട്ട് വാങ്ങിക്കുക. അപ്പോൾ നമുക്കവിടെ റെൻ്റ് എന്ന ഒരു എക്സ്പെൻഡിച്ചർ നമുക്കവിടെ കുറഞ്ഞു കിട്ടും. എന്തെങ്കിലും ഡിക്രീസ് ദ എക്സ്പെൻഡിച്ചറാണ്. അതിന് ആ ബിൽഡിങ് വാങ്ങാൻ വന്ന ചിലവ്, അതിന് നമ്മൾ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയാം. നെക്സ്റ്റ്, ബെനിഫിറ്റ് ആർ എക്സ്പെക്റ്റഡ് ഫോർ എ ലോങ് പീരീഡ് ഓഫ് ടൈം ആർ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. അതായത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിന് കൂടെ നമുക്കുണ്ടാകുന്ന ബെനിഫിറ്റ് എക്സ്പെക്റ്റഡ് ഫോർ എ ലോങ് പീരീഡ്, അതിൻ്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് ലോങ് പീരീഡിലേക്കായിരിക്കും. നെക്സ്റ്റ് ഈസ് റവന്യൂ എക്സ്പെൻഡിച്ചർ. An expenditure whose benefit is limited to a period of 1 year is a revenue expenditure. റവന്യൂ എക്സ്പെൻഡിച്ചർ കൊണ്ട് നമുക്കുണ്ടാക്കുന്ന ബെനിഫിറ്റ് എന്ന് പറയുന്നത് ലിമിറ്റഡ് ആയിരിക്കും. ഷോർട്ട് പീരീഡ് അല്ലെങ്കിൽ 1 ഇയറിലേക്കായിരിക്കും അതിൻ്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത്. സെക്കൻഡ് പോയിന്റ് ഇസ് ദേ ആർ ഇൻക്വയർഡ് ടു മെയിൻറ്റെയിൻ ദ ബിസിനസ്. നമുക്കറിയാം റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ്റെ ഡേ ടു ഡേ ഓപ്പറേഷൻസ് മീറ്റ് ചെയ്യാനുള്ളതാണ്. അപ്പം ടു മെയിൻറ്റെയിൻ, ഒരു ബിസിനസ് ഓർഗനൈസേഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ ഉപയോഗിക്കുന്നുണ്ട്. അതിനാണ് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ വേഴ്സസ് റവന്യൂ എക്സ്പെൻഡിച്ചർ. എനി എക്സ്പെൻഡിച്ചർ ഇൻക്വയർഡ് ടു അക്വയർ എ ഫിക്സ്ഡ് അസറ്റ് ഓർ ഇൻ കണക്ഷൻ വിത്ത് ദ ഇൻസ്റ്റാളേഷൻ ഓഫ് ഫിക്സ്ഡ് അസറ്റ് ഈസ് എ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. ഒരു ഫിക്സ്ഡ് അസറ്റ് അക്വയർ ചെയ്യാനോ കണക്ഷൻ ചെയ്യാനോ അതിൻ്റെ ഇൻസ്റ്റാളേഷനോ ഒക്കെ വരുന്ന എക്സ്പെൻസിനെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നു. പക്ഷേ വേറസ് എനി എക്സ്പെൻഡിച്ചർ ഇൻക്വയർഡ് ഇൻ കണക്ഷൻ പർച്ചേസ് ഓഫ് ഗുഡ്സ് ഈസ് എ റവന്യൂ എക്സ്പെൻഡിച്ചർ. എന്തെങ്കിലും ഒരു ഗുഡ്സ് പർച്ചേസ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട എക്സ്പെൻസസിനെ നമ്മൾ റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നു. സെക്കൻഡ് പോയിന്റ്, എനി പേയ്മെൻറ്റ് മെയ്ഡ് ടു ഡിസ്ചാർജ് എ ക്യാപിറ്റൽ ലയബിലിറ്റി ഈസ് എ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, ബട്ട് എ പേയ്മെൻറ്റ് മെയ്ഡ് ടു ഡിസ്ചാർജ് എ റവന്യൂ ലയബിലിറ്റി ഈസ് എ റവന്യൂ എക്സ്പെൻഡിച്ചർ. എന്തെങ്കിലും ഒരു ക്യാപിറ്റൽ ലയബിലിറ്റി ഡിസ്ചാർജ് ചെയ്യാൻ നമുക്ക് വരുന്ന എക്സ്പെൻഡിച്ചറിനെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്നും റവന്യൂ ലയബിലിറ്റി ഡിസ്ചാർജ് ചെയ്യുന്നതിനെ റവന്യൂ എക്സ്പെൻഡിച്ചർ എന്നാണ് പറയുന്നത്. തേർഡ് പോയിന്റ്, എനി എക്സ്പെൻഡിച്ചർ ഇൻക്വയർഡ് ടു അക്വയർ എ സോഴ്സസ് ഓഫ് ഇൻകം ഈസ് എ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. ഒരു സോഴ്സസ് ഓഫ് ഇൻകം ഏൺ ചെയ്യാൻ വരുന്ന, ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഒരു ഹോട്ടൽ നടത്തുന്നുണ്ട്, തൊട്ടടുത്ത് വേറൊരു ഹോട്ടലുണ്ട്, ആ ഹോട്ടലും കൂടി നമ്മളിങ്ങോട്ട് വാങ്ങുകയാണ്. അപ്പോൾ എന്താ, നമ്മൾ ഓൾറെഡി ഒരു ഹോട്ടൽ നടത്തുന്നുണ്ട്, നമ്മൾ വേറൊരു ഹോട്ടൽ അക്വയർ ചെയ്യുകയും ചെയ്തു. അതും ഒരു സോഴ്സസ് ഓഫ് ഇൻകമാണ്. നമുക്ക് ആ ഹോട്ടലിന് നമുക്ക് സോഴ്സസ് ഓഫ് അതും അല്ലെങ്കിൽ പുതിയ വാങ്ങിച്ച ആ ഹോട്ടൽ നമുക്ക് ഒരു സോഴ്സസ് ഓഫ് ഇൻകമാണ്. അത് അക്വയർ ചെയ്യുന്നതിന് വരുന്ന എക്സ്പെൻസിന് നമ്മൾ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നു. വേറാസ് എക്സ്പെൻഡിച്ചർ ഇൻക്വയർഡ് ടു ഏൺ ആൻഡ് ഇൻകം ഈസ് എ റവന്യൂ എക്സ്പെൻഡിച്ചർ. നമ്മൾ എന്തെങ്കിലും ചെറിയ തരത്തിലുള്ള ഇൻകം ഏൺ ചെയ്യാൻ നമുക്ക് വരുന്ന ചിലവിനെയാണ് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. ഫോർത്ത് പോയിന്റ്, ആൻ എമൗണ്ട് സ്പെൻഡ് ഫോർ ഇൻക്രീസിങ് ദ ഏണിംഗ് കപ്പാസിറ്റി ഓഫ് എ ഓർ റെഡ്യൂസിങ് ദ എക്സ്പെൻഡിച്ചർ ഓഫ് എ ബിസിനസ് ഈസ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. നമ്മൾ നേരത്തെ കണ്ടു, എന്തെങ്കിലും ഒരു ഏണിംഗ് കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്യുന്ന അല്ലെങ്കിൽ റെഡ്യൂസിങ് ദ എക്സ്പെൻഡിച്ചർ ലെസ് ചെയ്യുന്ന തരത്തിൽ എന്തെങ്കിലും ഒരു എക്സ്പെൻഡിച്ചർ നമുക്ക് ബിസിനസ്സിന് വന്നിട്ടുണ്ടെങ്കിൽ അതിന് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നു. ബട്ട് ആൻ എക്സ്പെൻഡിച്ചർ ഇൻക്വയർഡ് ഇൻ കീപ്പിംഗ് ആൻ അസറ്റ് ഈസ് റണ്ണിങ് ഓഫ് കണ്ടീഷൻ ഈസ് എ റവന്യൂ എക്സ്പെൻഡിച്ചർ. നമ്മൾ റണ്ണിങ്ങുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും എക്സ്പെൻസസ് ഉണ്ടെങ്കിൽ അതിന് ക്യാപിറ്റൽ റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് വാട്ട് ഈസ് ക്യാപിറ്റൽ ലോസ് ആൻഡ് റവന്യൂ ലോസ്. എ ലോസ് വിച്ച് ഈസ് റിലേറ്റഡ് ടു ദ ഫിക്സ്ഡ് അസറ്റ്. അവിടെ ഒരു FN അധികമായിട്ട് വന്നിട്ടുണ്ട്. എ ഫിക്സ്ഡ് അസറ്റ് ഈസ് എ ക്യാപിറ്റൽ ലോസ്. നമുക്ക് ഫിക്സ്ഡ് അസറ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ലോസസിന്, അതായത് നമ്മളൊരു 10,000 രൂപയ്ക്കൊരു അസറ്റ് 2 കൊല്ലം മുന്നേ വാങ്ങിയിട്ടുണ്ട്, നമ്മൾ 2 കൊല്ലം കഴിഞ്ഞിട്ട് അത് വിൽക്കുകയാണ്. അപ്പോൾ അന്ന് 10,000 രൂപ ഉണ്ടായിരുന്ന അസറ്റിന് ഇപ്പം മാർക്കറ്റിൽ അതിന് അല്ലെങ്കിൽ അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 8,000 രൂപയാണ്. അപ്പോൾ നമുക്ക് ആ ഒരു 2,000 രൂപ ഉണ്ടായിരുന്ന നഷ്ടം, നമ്മളത് വിറ്റപ്പോൾ നമുക്ക് 8,000 രൂപ കിട്ടുള്ളൂ. അപ്പം ആ വരുന്ന ലോസിനെയാണ് ക്യാപിറ്റൽ ലോസ് എന്ന് പറയുന്നത്. Capital loss are deal with the capital gain, whereas revenue losses are treated as a business loss and were related under the head of profit and gain of business or profession. ക്യാപിറ്റൽ ലോസ് ഡീൽ ചെയ്യുന്നത് ക്യാപിറ്റൽ ഗെയിൻ എന്ന ഹെഡിലാണ്.
whereas revenue losses are treated under the അത് നെക്സ്റ്റ് പോയിന്റ് പറയേണ്ടതാണ്. റവന്യൂ ലോസ് എന്ന് പറയുന്നത് അത് ട്രീറ്റ് ചെയ്യുന്നത് ബിസിനസ് ലോസ് ആർ ട്രീറ്റഡ് അണ്ടർ ദ ഹെഡ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ഗെയിൻ ഓഫ് ബിസിനസ് പ്രൊഫഷൻ. നമുക്ക് ക്യാപിറ്റൽ ലോസിന് വരുന്നത് ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്ന ഹെഡിലും, അതുപോലെ റവന്യൂ ലോസസ് ആർ ട്രീറ്റഡ് ആ ബിസിനസ് ലോസ് ആയിട്ടാണ് കണക്കാക്കുന്നത്. അത് കംസ് അണ്ടർ ദ ഹെഡ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ഗെയിൻ ഓഫ് ബിസിനസ് ഓഫ് പ്രൊഫഷൻ. ആ ഹെഡിലാണ് റവന്യൂ ലോസ് വരുന്നത്. ഫോർ എക്സാമ്പിൾ ഓഫ് ക്യാപിറ്റൽ ലോസ് ഓഫ് സെയിൽ ഓഫ് ഫർണിച്ചർ. നെക്സ്റ്റ് ഈസ് എ ലോസ് മെയ്ഡ് ബൈ എ സെല്ലിംഗ് ഓർ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഗുഡ്സ് ഈസ് എ റവന്യൂ ലോസ്. നമുക്ക് സെല്ലിങ്ങിലോ ഡിസ്ട്രിബ്യൂഷനിലോ വരുന്ന ഗുഡ്സ് സെല്ല് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോഴോ നമുക്ക് വരുന്ന ലോസിനെയാണ് റവന്യൂ ലോസ് എന്ന് പറയുന്നത്. Revenue loss is type of loss which is incurred to the sale of goods or by the distinction of stock or non-recovery of an amount due from the person who are paid to the amount. സെയിം ആണ്. എന്താ വെച്ചാൽ ഒരു ഗുഡ്സിൻ്റെ ഡിസ്ട്രിബ്യൂഷനോ സെല്ലിങ്ങോ ആയിട്ട് വരുന്ന എന്തെങ്കിലും തരത്തിലുള്ള ലോസസിനെയാണ് റവന്യൂ ലോസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ബാഡ് ഡെറ്റ് ഇൻക്വേർഡ്. അപ്പം നമ്മളിന്ന് ഇവിടെ ഡിസ്കസ് ചെയ്തത് ഈ ക്യാപിറ്റൽ ആൻഡ് റവന്യൂ ആണ്. അത് 3 തരത്തിൽ പ്രോസസ്സസ് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. റവന്യൂ റെസിപ്റ്റ് ആൻഡ് ക്യാപിറ്റൽ റെസിപ്റ്റ്, ക്യാപിറ്റൽ ലോസ് ആൻഡ് റവന്യൂ ലോസ്, ആൻഡ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആൻഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ. And thank you.